ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരവസ്ഥ വല്ലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ടാവും. നെഞ്ചിൽ പെട്ടെന്നൊരു മുഴക്കം, പേടി വരുമ്പോൾ ഹൃദയമിടിപ്പ് കൂടുക, ആവേശത്തിലുണ്ടാകുന്ന ഹൃദയമിടിപ്പ്, ഇതൊക്കെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷേ മിക്ക ആളുകൾക്കും ഇത് ദോഷകരമല്ലാത്ത കാര്യമാണ്. എന്നാൽ ചിലപ്പോൾ ഇത് നിങ്ങളുടെ ഹൃദയമിടിപ്പിലുണ്ടാകുന്ന ഇത്തരം മാറ്റങ്ങൾ ഗുരുതരമായ ഒന്നിന്റെ സൂചനയാകാം. പല കാരണങ്ങൾ കൊണ്ട് ഹാർട്ട് ബീറ്റിൽ വ്യതിയാനം സംഭവിക്കാം. ഹൃദ്രോഗം അല്ലെങ്കിൽ ഹൃദയാഘാതത്തിന് മുൻപുള്ള അവസ്ഥ, ഹൃദയത്തിന്റെ ഘടനയിലെ പ്രശ്നങ്ങൾ, ജനിതക രോഗങ്ങൾ, തൈറോയ്ഡ് സംബന്ധമായ പ്രശ്നങ്ങൾ, ചില മരുന്നുകൾ അല്ലെങ്കിൽ ഉത്തേജകങ്ങൾ, പൊട്ടാസ്യം, മഗ്നീഷ്യം അല്ലെങ്കിൽ മറ്റ് ഇലക്ട്രോലൈറ്റുകളുടെ കുറവ് ചിലപ്പോൾ വ്യക്തമായ കാരണമില്ലാതെയും ആരോഗ്യവാന്മാരായ ആളുകളിൽ ഇത് സംഭവിക്കാം. എന്തൊക്കെ ലക്ഷണങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഹൃദയത്തിൽ ഒരു വിറയലോ ഇടിച്ചുള്ള മിടിപ്പോ തോന്നുക, ഹൃദയം മിടിപ്പ് ഒഴിവാക്കുന്നത് പോലെ തോന്നുക, തലകറക്കം അല്ലെങ്കിൽ തലയ്ക്ക് ഭാരം തോന്നുക, ശ്വാസതടസ്സം, ക്ഷീണം, തലകറക്കം അല്ലെങ്കിൽ തലകറക്കത്തോടെ സാമ്യമുള്ളത്. ചികിത്സ ഹൃദയമിടിപ്പിന്റെ തരത്തെയും തീവ്രതയെയും ആശ്രയിച്ചിരിക്കുന്നു. കുറഞ്ഞ ഹൃദയമിടിപ്പിന് പരിചിതമായ ചികിത്സയാണ് പേസ് മേക്കർ. വേഗത്തിലുള്ള അസാധാരണ ഹൃദയമിടിപ്പിന് പല തരങ്ങളെ ആശ്രയിച്ച് ഓപ്ഷനുകൾ വ്യത്യാസപ്പെട്ടിരിക്കും. മരുന്നുകൾ മുതൽ ശസ്ത്രക്രിയകൾ വരെയാണ് ചികിത്സാ ഓപ്ഷനുകൾ ഉള്ളത്. CA സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അസാധാരണമായ ഹൃദയപേശിയുടെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കാനും അത് ഇല്ലാതാക്കാനും കഴിയും. ഒരു സിരയിലൂടെയോ ധമനിയിലൂടെയോ ഹൃദയത്തിലേക്ക് കടത്തിവിട്ട ഒരു കത്തീറ്ററിന്റെ അറ്റത്തുള്ള ഇലക്ട്രോഡിലൂടെ ഊർജം നൽകിയാണ് CA പ്രവർത്തിക്കുന്നത്. ഉപയോഗിക്കുന്ന ഊർജം റേഡിയോ ഫ്രീക്വൻസിയാണ്. ഇത് ഇലക്ട്രോഡുമായി നേരിട്ട് സമ്പർക്കത്തിലുള്ള അസാധാരണ കോശങ്ങളെ കട്ടപിടിപ്പിക്കുന്നു. ഈ സ്ഥലത്ത് ഒരു ചെറിയ പാടുണ്ടാകുന്നു. അതിന് സാധാരണയായി ശാശ്വത ഫലമാണ് ഉള്ളത്. 3 മുതൽ 5 വരെ കത്തീറ്ററുകൾ ഒരേ സമയം ഉപയോഗിക്കാറുണ്ട്. കത്തീറ്ററുകൾ സിരകളിലോ ധമനിയിലോ എത്തിക്കഴിഞ്ഞാൽ അവയെ ഹൃദയത്തിലേക്ക് നീക്കാനും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ സ്ഥാപിക്കാനും ഫ്ലൂറോസ്കോപ്പി അഥവാ എക്സ്റേ ഉപയോഗിക്കുന്നു. ഹൃദയത്തിനകത്ത് നിന്ന് ഹൃദയത്തിന്റെ വൈദ്യുത പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുന്നു. ഘടനാപരമായ ഹൃദയരോഗങ്ങളില്ലാത്ത രോഗികളിൽ വീട്ടി 90% സമയവും സുഖപ്പെടുത്താൻ കഴിയുന്നതാണ്. എന്നാൽ ഘടനാപരമായ ഹൃദയരോഗങ്ങളുള്ള രോഗികളിൽ പൂർണ്ണമായ രോഗശമന നിരക്ക് കുറവാണ്. ഏകദേശം 40% മുതൽ 50% വരെ മാത്രം. ഈ രോഗികളിൽ മിക്കവാറും എല്ലാവർക്കും ഒരു ഇംപ്ലാന്റബിൾ ഡിഫിബ്രില്ലേറ്റർ ലഭിക്കുന്നതിനാൽ എല്ലാ VT എപ്പിസോഡുകളിൽ നിന്നും ഒരു രോഗശാന്തി എന്നതിലുപരി ഡിഫിബ്രില്ലേറ്റർ ഉപയോഗിക്കുന്നതിന്റെ എണ്ണം കുറയ്ക്കാൻ CA ഉപയോഗിക്കുന്നു. ഹൃദയമിടിപ്പിന്റെ വ്യതിയാനം എല്ലായ്പ്പോഴും അപകടകരമല്ല, പക്ഷേ അതൊരിക്കലും അവഗണിക്കരുത്. നിങ്ങൾക്ക് തുടർച്ചയായ നെഞ്ചിടിപ്പോ വ്യക്തമല്ലാത്ത തലകറക്കമോ അല്ലെങ്കിൽ ബോധക്ഷയമോ ഉണ്ടെങ്കിൽ പരിശോധിക്കുക. ഇന്നത്തെ ചികിത്സകൾ ഫലപ്രദമാണ്. പല കേസുകളിലും ആളുകൾക്ക് സാധാരണ സജീവമായ ജീവിതത്തിലേക്ക് മടങ്ങാൻ കഴിയും. നിങ്ങളുടെ ഹൃദയത്തിന്റെ താളം നിങ്ങളുടെ ജീവിതത്തിന്റെ സംഗീതമാണ്. അത് താളത്തിൽ നിലനിർത്തുക.